ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, നമുക്ക് ആ 17-ാം സങ്കീർത്തനം 5-ാം വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കാം. പുതുതായിട്ട് കാണുന്നവരോടും പറയുകയാണ്, ബൈബിളിലെ സങ്കീർത്തന പുസ്തകം 17 വാക്യം 5. അതൊരു സമർപ്പണമാണ്, അതൊരു ഡിക്ലറേഷനാണ്, പ്രഖ്യാപനമാണ്. അതിതാണ്: ദൈവമേ, എൻ്റെ നടപ്പ് എനിക്ക് ബോധ്യമുണ്ട്, എനിക്കറിയാം അങ്ങയുടെ കാൽ ചുവടുകളിലായിരുന്നു, എൻ്റെ കാൽ വഴുതിയില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഇതുവഴി നടന്നിട്ടുണ്ട്. അറിയാമോ? നടന്നിട്ടുണ്ട്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. ബേത്ലഹേമിലാണ് ആ സംഭവം നടന്നത്. ആ കുഞ്ഞു കാലുകൾ ഉറച്ചു. 8-9 മാസമായപ്പം ആ കാലുകൾ ചവിട്ടി നടന്നു. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന് മാതാപിതാക്കളോടുകൂടെ പോയിട്ട് ജൂനിയറാവാതെ മെച്യൂറായിട്ട് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ കയറിപ്പറ്റി. 12 വയസ്സുള്ള കുട്ടികളുടെ കൂടെ കൂടിയിട്ട് ഓടും ചാടും, വീഴിക്കും, പലതും ചെയ്യും. എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമെങ്കിൽ മേടിച്ച് തിന്നും. എന്നാൽ യേശു ദൗത്യത്തിലേക്ക് പതുക്കെ കയറുകയാണ്. ഈ ആലയത്തെക്കുറിച്ച്, ആലയത്തിലിരിക്കുന്ന വചനത്തെക്കുറിച്ച് ചർച്ചകൾ ചെയ്തു. പിന്നീട് സമൂഹത്തിലേക്ക് ഇറങ്ങി. കുഷ്ഠരോഗികൾ പോകുന്ന വഴിയിലൂടെ അവൻ പോയി, ഭിക്ഷക്കാരിയിരിക്കുന്ന വഴിയിലൂടെ അവൻ പോയി, ചുമട് ചുമക്കുന്നവരുടെ മുമ്പിലൂടെ അവൻ പോയി, കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവരുന്ന സ്ത്രീ ഇരിക്കുന്ന വശത്തൂടെ അവൻ പോയി. അവൻ ഇവിടെ കാൽപ്പാട് വീഴിച്ചു. അത് പ്രവചനത്തിൽ കണ്ടുകൊണ്ട് സങ്കീർത്തനത്തിൽ എഴുതുകയാണ്: ദൈവമേ, എൻ്റെ നടപ്പ് എനിക്കറിയാം, അത് അങ്ങയുടെ കാൽ ചുവടുകളിൽ തന്നെയായി. എനിക്കങ്ങനെ പറയാൻ ധൈര്യമില്ല. എൻ്റെ നടപ്പ് അങ്ങയുടെ ചുവടുകളിൽ തന്നെയായിരുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെയാകാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഏതാണ്ട് 80% അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. നാം അവൻ്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. എൻ്റെ നടപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതമെന്നും കൂടിയാണ് ഇതിനർത്ഥം. നമുക്കങ്ങനെ ഒന്ന് പറയാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ, ആര് കല്ലെറിഞ്ഞാലും ഇങ്ങനെ പറയാൻ കഴിയണം: എൻ്റെ നടപ്പ് എനിക്ക് ഉറപ്പുണ്ട്. നോക്കൂ, ഒരു മനുഷ്യൻ പറയുന്നത്: ദൈവമേ, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. നമുക്കങ്ങനെ ഒരു ഉറപ്പും ഒരു പ്രാഗൽഭ്യവുമുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഞാൻ ഗ്യാരണ്ടി ആയിട്ട് തരാം. കാല് വഴുതാതെ വിശുദ്ധിയുടെ മാർഗത്തിൽ നടക്കാൻ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കയ്യെ പിടിക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ.